ഇടുക്കി മെഡിക്കൽ കോളേജിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാത്തതിൽ വിദ്യാർത്ഥി പ്രതിഷേധം. ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സിന്റെയും റോഡുകളുടെയും നിർമ്മാണം അടിയന്തരമായി പൂർത്തിയാക്കുമെന്നും ആവശ്യമായ പഠന സൗകര്യം ഒരുക്കാമെന്ന സർക്കാർ വാഗ്ദാനം പാഴ്വാക്കായി. കിറ്റ്കോയുടെ മേൽനോട്ടത്തിൽ 6 മോഡുലർ ഓപ്പറേഷൻ തിയേറ്ററുകളുള്ള കോംപ്ലക്സിന്റെ പണി തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഇതുവരെ പണികൾ പൂർത്തീകരിക്കാനായിട്ടില്ല. റോഡ് നിർമ്മാണത്തിനായി 16.5 കോടി രൂപ അനുവദിച്ചെങ്കിലും കരാറുകാരനും കിറ്റ്കോയും തമ്മിലുള്ള തർക്കം മൂലം മുടങ്ങിക്കിടക്കുകയാണ്. നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിൽ പൂർത്തിയാക്കുമെന്ന് 3 വർഷം മുമ്പ് അധികൃതർ വിദ്യാർത്ഥികൾക്ക് ഉറപ്പ് നൽകിയിരുന്നു. ഇതുണ്ടാകാതെ വന്നതോടെയാണ് പ്രതിഷേധവുമായി വിദ്യാർത്ഥികൾ രംഗത്തെത്തിയത്. ഇടുക്കി മെഡിക്കൽ കോളേജ് ജനങ്ങൾക്ക് വെറും വാഗ്ദാനങ്ങൾ മാത്രം നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു മെഡിക്കൽ കോളേജായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇടുക്കി ജില്ലയിലെ മലയോര പ്രദേശങ്ങളിൽ നിന്നുള്ള അതുപോലെ തന്നെ ട്രൈബൽസ് അടക്കമുള്ള വളരെ ദരിദ്രമാർന്ന പാവപ്പെട്ട രോഗികളാണ്, ആയിരക്കണക്കിന് രോഗികളാണ് ഒപിയിൽ. അവരുടെ ഏക ആശ്രയമാണ് ഈ ഒരു മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത്. അധികാരികളുടെയും സർക്കാരിന്റെയും തികഞ്ഞ അനാസ്ഥയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. OT കോംപ്ലക്സ് 6 OT അടങ്ങുന്ന OT കോംപ്ലക്സിന്റെ പണി ഇതുവരെ പൂർത്തീകരിച്ചിട്ടില്ല. ഇപ്പം ഓൾഡ് ബ്ലോക്കില് വളരെ ഇടുങ്ങിയ റൂമിലാണ് മേജർ സർജറീസ് പോലും നടക്കുന്നത്. അതുപോലെ തന്നെ കോളേജുകളിലേക്കും ഹോസ്റ്റലുകളിലേക്കുമുള്ള റോഡിന്റെ അവസ്ഥ നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ടാൽ അറിയാം, വളരെ ശോചനീയമായ അവസ്ഥയാണ്. ഒരുപാട് വിദ്യാർത്ഥികൾ വീണ് വളരെ ഗുരുതരമായി പരിക്കേറ്റിട്ടും ഇവിടുത്തെ അധികാരികൾക്ക് യാതൊരു തരത്തിലുള്ള നടപടിയും ഇതുവരെ എടുത്തിട്ടില്ല. ഇത് ഒരു സൂചന സമരം മാത്രമാണ്. നമുക്ക് ഉന്നയിക്കുന്ന കാര്യങ്ങൾ, അതായത് OT കോംപ്ലക്സ് 6 OT അടങ്ങുന്ന OT കോംപ്ലക്സ്, അതുപോലെ തന്നെ വൈദ്യുതി സപ്ലൈ, റോഡിന്റെ പണി, ഇതെല്ലാം ലഭിച്ചാൽ മാത്രമാണ് ഈ ഒരു സമരത്തിൽ നിന്ന് ഞങ്ങൾ പിന്മാറുകയുള്ളൂ എന്ന് അറിയിക്കുന്നു. പണികൾ വേഗത്തിൽ പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് ആരോഗ്യ, വൈദ്യുതി, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിമാർക്ക് വിദ്യാർത്ഥികൾ പരാതി നൽകിയിട്ടുണ്ട്. ഒരാഴ്ചയ്ക്കുള്ളിൽ ഇടപെടലുണ്ടായില്ലെങ്കിൽ അനിശ്ചിതകാല സമരം ആരംഭിക്കാനാണ് വിദ്യാർത്ഥികളുടെ തീരുമാനം. ജനം, ഇടുക്കി.